പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ അങ്ങയുടെ തിരുവചനമായിട്ട് ഈ പ്രഭാതത്തിൽ നിൽപ്പാൻ ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീഡിയ വണ്ണിലുള്ള സുശേഷീകരണത്തിനായിട്ട് ദൈവം ഒരുക്കുന്ന ആ ഭാഗ്യത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം എന്നെ ചിന്തിപ്പിച്ച ഒരു വചനഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരമാണ് വായിക്കുമ്പോൾ കാണുന്നത്: മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളത് അവൻ അവരോട് ഉപമ പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നാം പല വിഷയങ്ങൾക്കും മടുത്തു പോകാറുണ്ട്. എങ്കിൽ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ ഉയർച്ച തരാനായി തീരും. പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കയറി വരുമ്പോഴും നാം മടുത്തു പോകാറുണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ മടുത്തു പോകണം, പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഉയർച്ച തരാനായി തീരും. കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും ഭാരത്തിന്റെ നടുവിലും ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ ദൈവം ചിലത് നേടിത്തരാനായി തീരും. ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ഒത്തിരി കഷ്ടതയും പ്രയാസത്തിലും ഒക്കെ നടുവിൽ കടന്നുപോയിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ മദ്യപാനത്തിന്റെ ആസക്തി മൂലം പലപ്പോഴും കുടുംബജീവിതം പോലെ തകർന്നു പോയ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും വീട്ടിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവർ ഉപദ്രവിക്കുന്ന അവസ്ഥകളൊക്കെ കടന്നു വന്നപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് മുതൽ അടുത്തു പോകുന്നത് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ വിശുദ്ധ വേദപുസ്തകം പിടിച്ചുകൊണ്ട് അനേക ഇടങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് തന്ന ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2009 മുതൽ ഞാൻ കത്തോലിക്ക സമുദായ ബാക്ക്ഗ്രൗണ്ടിൽ കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് രോഗം കയറി വരാനിടയെ തീർന്നു. ആ സമയത്ത് ഒരു ദേവദാസൻ എൻ്റെ ഭവനത്തിലാണ് ആ ദേശത്തിലൂടെ ഭവന സന്ദർശനമായിട്ട് കടന്നു വന്ന സമയത്താണ് എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കാനിടയായിരുന്നത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ദൈവം പൂർണ്ണമായിട്ട് ഒരു വിടുതൽ അവിടെ കൊടുക്കാനിടയായിരുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാ മാസവും മെഡിക്കൽ കോളേജിൽ അതിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന അദ്ദേഹം പറയാനിടയെ തീർന്നു, എല്ലാ മാസം ഈ വ്യക്തിയെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ട് ഹാജരാക്കണമെന്ന് പറയത്തെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ രോഗത്തിന്റെ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ദൈവത്തിന്റെ അഭിഷക്തന്മാർ കടന്നു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പൂർണ്ണമായിട്ടും ദൈവം ഒരു വിടുതൽ കൊടുക്കാനിടയെ തീർന്നു. അപ്രകാരമായിട്ട് ഹല്ലേലൂയ ഞാൻ എന്റെ മദ്യപാനത്തിന്റെ ആസക്തിയിലും മറ്റേ ആസക്തിയിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും ദൈവത്തിലേക്ക് അടുക്കാൻ തുടങ്ങി പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനിടയെ തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ആരും അടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതൽ അയക്കാനിടയെ തീരും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആലോചനകൾ കേൾക്കാറുണ്ട്. ദേവദാസനോട് നമ്മുടെ സഭയിലാണെങ്കിലും ഉപവാസ പ്രാർത്ഥനയിലാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആലോചന അറിയിക്കും. പലപ്പോഴും നാം ആലോചന കേട്ടിട്ട് ഒരാഴ്ച പ്രാർത്ഥിച്ചു, 2 ആഴ്ച പ്രാർത്ഥിച്ചു, 3 ആഴ്ച പ്രാർത്ഥിച്ചു, 6 മാസം വരെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയിൽ പലപ്പോഴും അടുത്തു പോകാറുണ്ട്. ഈ ഞങ്ങളുടെ ജീവിതത്തിൽ ആ കേട്ട ദൂത് നിവർത്തിക്കുമോ, അല്ലെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ഫലമുണ്ടോ എന്ന് പലപ്പോഴും നാം ചിന്തിച്ചു കൂട്ടിയിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്ന് പലക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയണം, നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു ഉയർച്ച തരാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒരു കഷ്ടതയുടെ നടുവിലും നീ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാൻ ഒരുക്കമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലത് ചെയ്യാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇന്ന് പലക്കാലം നിങ്ങളുടെ പോലെ ആയിരിക്കാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒരു കാലത്ത് പലരും കണ്ടിട്ട് മാറിപ്പോയ അവസ്ഥയുടെ വഴിയരികിലും കടത്തിടങ്ങളിലും കടന്നിട്ടും ഇവനിൽ നിന്നും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ദൈവത്തിന്റെ കാര്യം ദൈവം എടുത്ത് ഉപയോഗിക്കാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ആ ഞങ്ങളുടെ ദേശത്ത് പലരും ഇന്ന് കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അന്ന് കണ്ട വ്യക്തിയാണോ എന്ന് പോലും പലപ്പോഴും ചോദിച്ച് ആ സ്ഥാനത്തുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനയിലാണ് പലപ്പോഴും മടുത്തു പോകുന്നത്. ഇന്ന് പലകാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ മടുത്തു പോകാൻ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉയർച്ച തന്നെ തരാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഒന്നുമില്ലായ്മയുടെ നടുവിലും അനേക ഭക്തന്മാർ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ മടുത്തു പോകാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് അനേക ദൈവദാസന്മാർ ദൈവ കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കണം. ഇന്ന് കാണുന്ന ഭക്തന്മാരെ അഭിഷേകന്മാരെയൊക്കെ ഹല്ലേലൂയ ഒരു കാലഘട്ടത്തിൽ അവരെയൊക്കെ പ്രയാസത്തിന്റെയും കഷ്ടതയുടെ നടുവിൽ തലമുറകളൊക്കെ
ഭാരതത്തിന്റെ നടുവിലൊക്കെ എന്ത് ചെയ്യുക, അവര് ദൈവത്തിന്റെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ദൈവം അവരെ എടുത്ത് ഉപയോഗിക്കാൻ ഇടയായി തീർന്നിരിക്കുന്നത്. ഇന്ന് പലക്കാലം നാം പല വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇന്ന് പലക്കാലം നീ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം വെളിപ്പെട്ട പ്രാർത്ഥനയുടെ ദൈവം ചെയ്യാനിടയായി. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ മടുത്തു പോകുന്ന പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയ ഉയർച്ച തന്നെ ഉറപ്പോടും ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇന്ന് പലക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ചില മറുപടി തരാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മൾ ഒത്തിരി മാനിക്കാൻ സ്നേഹിക്കാൻ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യ ദിവസങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നുമില്ലായ്മ പലരും മാറ്റിവിട്ട സ്ഥാനത്ത് അർഹതയില്ലാത്ത സ്ഥാനത്തൊക്കെ ദൈവം പടിപടിയായിട്ട് ഓരോ ദിവസവും നമ്മളെ കയറ്റി നടത്തുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കും. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. നാം ദൈവത്തിന്റെ കാര്യങ്ങളായിരിക്കുമ്പോൾ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, നാം ദൈവത്തോട് നിരന്തരമായിട്ട് മുട്ടിക്കൊണ്ടിരിക്കണം. ദൈവത്തോട് നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തോട് നിരന്തരമായി മുട്ടിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കൂ. നിരന്തരമായിട്ട് ദൈവത്തോട് നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. കർത്താവേ, എന്റെ ആവശ്യം ഇന്നതാണ്, നീ എനിക്ക് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ദൈവത്തോട് നിരന്തരമായി മുട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒരു അപ്പനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാതാവിനോടാണ് നമ്മുടെ അമ്മയോടാണ് ഓടിച്ചെന്തിയ നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥ. പലപ്പോഴും നമ്മുടെ പിതാക്കന്മാരോട് പറയാൻ നേരിട്ട് പറയാൻ പലപ്പോഴും ഭാരങ്ങളും പേടിയും ഒക്കെ ഉണ്ടായോ. എന്നാൽ തന്നെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. നാം നേരിട്ട് ദൈവത്തോട് മുട്ടിക്കൊണ്ട് നമ്മുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ കർത്താവ് അത് നമ്മുടെ തക്ക സമയത്ത് നമ്മുടെ കാര്യങ്ങളെ ദൈവം തന്ന് അനുഗ്രഹിക്കട്ടെ. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ഇരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ചോദിച്ചാൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണീരോട് ദൈവത്തിന്റെ സന്നിധിയിൽ കാര്യങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ തന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഒന്നുമില്ലാത്ത നടുവിൽ ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത സ്ഥാനത്ത്, ഒരു വീടില്ലാത്ത സ്ഥാനത്ത്, ഒത്തിരി ഭാരപ്പെട്ട സ്ഥാനത്തൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും എന്റെ പ്രിയപ്പെട്ടവരും കണ്ണീരോടെ മുഴങ്കാലം മടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരമായിട്ട് ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു 3 സെന്റ് സ്ഥലം മേടിക്കാൻ ദൈവം കൃപ ഒരുക്കി. വീടില്ലാതെ ഒരു താൽക്കാലികമായി ഷെഡ് വെച്ച് താമസിച്ച സ്ഥാനത്തും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരുക്കമായപ്പോൾ ദൈവം പടിപടിയായിട്ട് ഒരു വീട് പണിയാണ് ദൈവം കൃപ ഒരുക്കുന്നത്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നാം ദൈവത്തോട് നിരന്തരമായിട്ട് ചോദിച്ചാൽ ദൈവം നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് അളവിൽ കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കണേ. ഒരു കാലഘട്ടത്തിൽ മദ്യപിച്ച് ചെക്കുകളുടെ സമയത്ത് പലരും കണ്ടിട്ട് മാറിപ്പോയ സ്ഥാനത്തും പലരും കൈകളിൽ ചോദിച്ച് തരാവുന്ന സ്ഥാനത്ത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിലേക്ക് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തക്ക സമയത്തിന് നമ്മുടെ കാര്യങ്ങളിൽ ആവശ്യമായ ദൈവിക നന്മകൾ തന്ന് സ്വന്തമായിട്ട് വീടില്ലാത്ത സ്ഥാനത്തും ദൈവം തക്ക സമയത്ത് വീട് പണിയാനുള്ള കൃപ ഒരുക്കുന്നത്. 2 മാസം കൊണ്ട് ഞാൻ ഒരു ഭവനത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പലരും പറഞ്ഞു ഇത് ഇട്ട് തല്ലി പോകും എന്ന് പറഞ്ഞ സ്ഥാനത്തും യഹോവയെ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം തക്ക സമയത്തിന് വഴികൾ തുറക്കുന്ന ദൈവം അനുഗ്രഹിക്കണം. 2-ാമത്തെ മാസം ഞാൻ അതിനകത്ത് കയറി താമസിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. പലരും പറഞ്ഞു ഇവനൊന്നും രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തും ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വഴി തുറക്കാനായിട്ട് എനിക്ക് ഒന്നേ പറയുള്ളൂ, മടുത്തു പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നാം കഷ്ടതകളിലും പ്രയാസങ്ങളിലും ദൈവത്തിന്റെ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കാൻ ഒരുക്കമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വഴികൾ തുറക്കാനായിട്ട്. എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധി കടന്നു വന്നാലും നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകണം, മടുത്തു പോകണം. പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാനായിട്ട്. ഇതുപോലെ ഈ മീഡിയയിലൂടെ കാണുന്ന ദൈവത്തിന്റെ ഓരോ ദൈവജനത്തോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ഉയർച്ച തരാനായിട്ട്. പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ കയറി വരുമ്പോഴും ഭാരപ്പെട്ടു പോകുന്നില്ല. യഹോവയുടെ സന്നിധിയിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇന്ന് പലക്കാലം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിജീവിതങ്ങളുടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണേ തരും. ഏത് വിഷയത്തിലാണെങ്കിലും രോഗ അവസ്ഥയിലാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇന്ന് പലക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിടുതൽ തരാനായിട്ട്. കഷ്ടം ഇന്ന് പലക്കാലം ഏത് അവസ്ഥയിൽ ഭാരപ്പെടുന്നു, സാമ്പത്തിക മേഖലയിലാണോ, ഇന്ന് പലക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് തക്ക സമയത്തിന് വഴികൾ ഒരുക്കി തരാൻ ഇടയായിട്ട്. ഭാരത്തോടെ ഇരിക്കാനല്ല, ദൈവത്തിന്റെ
ദൈവത്തിന്റെ സന്നിധിയിൽ കൈ ചുരുട്ടി പിടിച്ചെന്ന് ചോദിച്ച് ഒന്നും ലഭിക്കത്തില്ല. കൈ നീട്ടി ദൈവത്തോട് യാചിച്ച ദൈവം അളവിൽ കൂടുതലായിട്ട് നമ്മുടെ കരങ്ങൾ തന്ന് ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഹല്ലേലൂയ. എനിക്ക് പറയുന്നത് ഈ 2026 ഈ 6-ാം മാസത്തിൽ എനിക്ക് പറയുന്നത് നാം ദൈവത്തിന്റെ പല കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ 6-ാം മാസം തന്നെ ദൈവത്തിന്റെ സന്നിധി ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഭാരപ്പെട്ട് പോകണ്ട, ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട കാര്യമില്ല. നാം ദൈവത്തോട് കൂടുതൽ നിൽക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ആ ദൈവത്തിലാണ് ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത നാടിൽ ശൂന്യമായി പോയ സ്ഥാനത്തും ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ പടിപടിയായിട്ട് ദൈവം അനേകരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അനേകരെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു എന്ത് കാര്യത്തിലും നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഭയത്തോടെ നിന്നോട് പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ ഏത് പ്രതിസന്ധികളിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. 1-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, സെക്കരിയാവിനെയും എലിസബത്തിനെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ നാളെ മുതൽ അവർക്ക് തലമുറകളില്ലായിരുന്നു. എന്നാൽ അവരുടെ ജീവിതത്തിൽ പലരും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, മാനസികമായിട്ട് പ്രയാസങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. എങ്കിൽ തന്നെ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ മടുത്തുപോയില്ല. അവർ ആ വിഷയത്തിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധി നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഉയർച്ചകൾ കൊടുക്കാനിടയിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ അവരെ ദൈവം മാനിക്കാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അവരുടെ മറുപടികൾ കൊടുക്കാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എനിക്കൊന്നേ പറയുള്ളൂ, അവിടെ ദൈവത്തിന്റെ ദൂതൻ വന്ന് അവിടെ ഇറങ്ങി പറയാണ്, സെക്കരിയാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ചില മാസങ്ങൾ 2-3 മാസമായിട്ട് ചില പ്രതിസന്ധികളുടെ ഭാരത്തിന്റെ നടുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒരു പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോലെ ഇരിക്കുമ്പോൾ തന്നെ ചില അസ്വസ്ഥതകളുമായിട്ട് സ്ഥാനത്തുണ്ട്. എന്നാൽ തന്നെ എന്ത് പ്രയാസം വന്നാലും ഞാൻ എന്റെ ദൈവത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ എന്റെ യഹോവയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും ഉറപ്പും ധൈര്യം എനിക്കുള്ളതുകൊണ്ട് ഇന്ന് പൽക്കാലം ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എനിക്ക് വചനമായിട്ട് നിൽപ്പാൻ ദൈവം തന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ ഏത് പ്രശ്നം വന്നാലും മടുത്തു പോകാനല്ല പറഞ്ഞത്. ഈ ദൈവത്തിന്റെ മുഴങ്കാലം മടക്കി ശക്തമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കലും ഒരുക്കമാണെങ്കിൽ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ഇന്ന് പൽക്കാലം കൂടാരത്തിൽ വെളിപ്പെടുന്നത് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്. ഹല്ലേലൂയ. പലപ്പോഴും എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പലപ്പോഴും പ്രവചനത്തിലൂടെ എന്നോട് വെളിപ്പാടുകൾ കാണിച്ചു തരാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ചില മാസങ്ങൾക്ക് മുമ്പ് ചില വിദേശ രാജ്യങ്ങളായിരിക്കുന്ന സൗദിയുടെ ദേശത്തായിരിക്കും ചില നേഴ്സുമാരൊക്കെ സഹോദരിമാരുടെ പ്രഭാതത്തിലൊക്കെ സന്ധ്യയുടെ യാമത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ ഒരുക്കമായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദിവസം ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സമയത്ത് പെട്ടെന്ന് പറയാനിടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തു. ഈ സഹോദരി ഒരു വിജനമായ ദേശത്ത് കൊണ്ടുപോയി നിന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകുന്ന അവസ്ഥ കാണിക്കേണ്ടതായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ ആ സമയമൊക്കെ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട സമയത്ത് അതേപോലെ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ആത്മാവ് അതേപോലെ സംഭവിക്കേണ്ടത് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഒരു പ്രതിസന്ധി പെട്ടെന്ന് ആ സഹോദരൻ പ്ലാൻ മാറി. ഹല്ലേലൂയ. പെട്ടെന്ന് അവരെ വഴിക്കിട്ട് പോയ അവസ്ഥ പെട്ടെന്ന് എന്റെ ഹൃദയത്തിന് വലിയ മുറിവുകൾ വേദനകളൊക്കെ അനുഭവിക്കേണ്ട സ്ഥിതി വന്നു. പെട്ടെന്ന് ദൈവത്തെ ആശ്രയിച്ചപ്പോൾ ദൈവം ആ സങ്കടങ്ങളൊക്കെ മാറ്റി യഹോവയെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടത്. ഹല്ലേലൂയ. അനേക ദേവദാസന്മാരോടൊപ്പം പന്തിയിൽ ശുശ്രൂഷിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം തന്ന കൃപ. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ സ്ഥാനത്തും ഹല്ലേലൂയ ഇവനെ കൊണ്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്തും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അറിയത്തില്ലാത്ത സ്ഥാനത്തും ആ നാവിന്റെ കേട്ട് പലപ്പോഴും പല തടസ്സമായിട്ടുണ്ട്. എന്നാൽ ഈ ദൈവത്തിന്റെ തിരുവചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ നാവിന്റെ കേട്ട് അഴിയാനിടയായി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ആ നാവിനെ കേട്ട് കഴിഞ്ഞപ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, രോഗികൾ സൗഖ്യമാക്കാനായിട്ട് ഞാനിപ്പോ ശുശ്രൂഷ ചെയ്യുന്ന ഗ്ലോബൽ മിഷൻ ഇന്ത്യ ദൈവസഭയുടെ ആ പാപരായിരിക്കുന്ന ആ ദേശത്ത് കടന്നു ശുശ്രൂഷിപ്പാനായിട്ട് ദൈവത്തിന് കൃപ നൽകി. എനിക്ക് സഭയുടെ ശുശ്രൂഷ അവർ തരാനിടയായിരുന്നു. ഞാൻ അവിടെ കടന്ന് ശുശ്രൂഷിച്ചപ്പോൾ ആ ദേശത്തായിരിക്കുന്ന പല വ്യക്തികൾക്കും രോഗികളായിട്ട് കടകളിൽ കിടന്ന വ്യക്തികളെ പോലെ കർത്താവ് അവിടെ എഴുന്നേൽപ്പിച്ച് നടക്കുന്ന ദൈവത്താത്മാവ് കാണിക്കാനായിട്ട് അനേക ഭൂതങ്ങളെ പുറത്താക്കാനുള്ള കൃപ ദൈവം തരാനിടയായിരുന്നു. ഹല്ലേലൂയ. ചില കൈവശം പോലെ കിടക്കുന്നതൊക്കെ അകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കൈവച്ച് കഴിയുമ്പോൾ ചില അഴിയാനിടയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൃപയാണ്.
ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നാം ദൈവത്തിന്റെ സാന്നിധ്യം കൃപവിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. എങ്കിൽ തന്നെ മടുത്തു പോകുന്ന പ്രാർത്ഥിക്കാൻ ഒരുക്കമായപ്പോൾ ദൈവത്തിന്റെ അസാധ്യമായ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സെഖര്യാവ് എലിസബത്ത് അവരുടെ ജീവിതത്തിൽ തലമുറയായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവം അവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൊടുക്കാനായിട്ട് ഹല്ലേലൂയ അവരുടെ തലമുറ ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ദൈവം അവരെ മാനിക്കാനായിട്ട് സെഖര്യാവ് എലിസബത്തിനോട് പറയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നത് അവരുടെ ദൈവത്തിന്റെ ദൂതം അറിയുകയാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് നല്ലൊരു ആൺതലമുറയെ കൊടുത്തു. ദൈവം അനുഗ്രഹിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ ഏത് അവസ്ഥയിലാണെങ്കിലും തലമുറയിലോ ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് തലമുറയിൽ ദൈവം തരാനായിട്ട് വാഹനമില്ലേ, ദൈവത്തിന്റെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ ഭയപ്പെട്ട് ഭാരപ്പെട്ട് പോകാനല്ല ദൈവം പറയുന്നത്. നീ വിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഉയർച്ചയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇതുപോലെക്കാലം പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ചില വിടുതൽ തരാൻ നാം നിൽക്കുന്ന ഇടമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യത്തിൽ നിൽപ്പാൻ ഇടയത്തില് അഭിഷേകമുള്ളവന്റെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റു വ്യക്തികൾക്ക് പലപ്പോഴും പറയാനുണ്ട്, ദൈവദാസനെ നിങ്ങൾ അടുത്ത് വരുമ്പോൾ എന്തൊരു ആത്മീയ സാന്നിധ്യം, എന്തൊരു പവർ ശരീരത്തിലേക്ക് അനുഭവപ്പെടുന്നതായിട്ട് പറയാൻ ഇടയത്തിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകമുള്ളവരുടെ ഒരു ശത്രുവിനെ ഇരിക്കാൻ പറ്റാത്ത സ്ഥാനം വരും. ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നാം മുഴങ്കാലം ശക്തമായിട്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കയറി വരാൻ ഇടയത്തിരുന്നാലും നീ തകർക്കാൻ നോക്കുക ശത്രുവിന്മേലും നമ്മുടെ നമുക്കെതിരായിട്ട് കടന്നു വരുന്ന ചില മേഖലയുണ്ടെങ്കിൽ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവം ചിലതിനെ വെട്ടിമാറ്റുന്ന ഒരു പകൽക്കാലമാണ്. വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം തുടങ്ങുന്ന ഒരു പകൽക്കാലമാണ്. ഏത് അവസ്ഥയിലും ഭയപ്പെട്ട് പോകാൻ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇതുപോലെ ആത്മാവിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ഒരുക്കമാകുമ്പോൾ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ചില മറുപടികളുണ്ട്. ഇന്ന് പലർക്കും ആരോട് ഭയപ്പെടേണ്ട, മനുഷ്യനെ നോക്കണ്ട, വ്യക്തികളെ നോക്കണ്ട, നാം ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നെങ്കിൽ ഇന്ന് നിന്റെ കൂടാരത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വെളിപ്പെടുന്ന ഒരു പകൽക്കാലമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഏത് സമയത്ത് നാം ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും പലപ്പോഴും നമ്മളെ തകർക്കാൻ നോക്കുന്നുണ്ട്. ഇന്ന് പലർക്കും നമ്മുടെ ശത്രുവിനെ ജയമെടുത്തുകൊണ്ട് മുൻപോട്ടുള്ള യാത്ര തുടങ്ങുമ്പോൾ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഇന്ന് പലർക്കും വിശ്വസിച്ചു തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ ചില മഹത്വം വെളിപ്പെടാൻ തരും. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ശത്രു നമ്മുടെ അടുക്കലിരുന്ന് പ്രതികൂലങ്ങൾ കയറി ശത്രു മാറിപ്പോകാൻ പ്രതികൂലങ്ങൾ കയറി പ്രതിസന്ധികൾ കയറി വരുന്നു. നമ്മളെ കൂടുതൽ ശോധന ചെയ്യാനായിട്ടാണ്. ദൈവം നമ്മളെ അതുപോലെ സ്നേഹിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് പലപ്പോഴും പ്രതികൂലങ്ങൾ ഒക്കെ കരുതുമ്പോൾ അതിനെല്ലാം പിടിച്ച് നാം മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ദൈവം എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കാനായിട്ട് ദൈവം നമുക്ക് ഉയർച്ചകൾ തരാനായിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റി തരും. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന ആയുധമായിട്ട് നിൽക്കുമ്പോൾ പ്രാർത്ഥന കുറയുമ്പോഴാണ് പലപ്പോഴും ശത്രു നമ്മുടെ ഇടയിലേക്ക് കയറുന്നത്. ഹല്ലേലൂയ. ഇതുപോലെ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചില ഫോണിൽ കൂടെ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. വിദേശ രാജ്യങ്ങളായിരിക്കും പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കും. ഏറ്റവും കൂടുതൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് കയറി വരുന്നത് കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് കയറി വരുന്നത്. നമ്മുടെ അനേക യവനക്കാരായിരിക്കുന്ന ചെറുപ്പക്കാര് അല്ലെങ്കിൽ ഒത്തിരി പേര് സങ്കടങ്ങൾ പറയുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പലപ്പോഴും ഇള്ളൽ വീണ് ഞങ്ങൾക്ക് അവനെ വേണ്ട, എനിക്ക് അവളെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഒത്തിരി അങ്ങനെ അവിടെ വിദേശ രാജ്യങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പലരും അങ്ങനെയുള്ള വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ജീവിതത്തിൽ ഹല്ലേലൂയ പ്രയാസം വിട്ട് ഭാരം വിട്ട് ഹല്ലേലൂയ കുടുംബജീവിതം നമ്മൾ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. ഹല്ലേലൂയ നമ്മളെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ദൈവം എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മൾ എത്രയോ നന്നായിട്ട് ഉറങ്ങുന്നു അല്ലെ. അവരൊക്കെ ഒരു നേരം ഒന്ന് ഉറങ്ങാൻ പോലെ കൊതിച്ചു നിൽക്കുന്ന അനുഭവമൊക്കെ കടന്നുവരുന്നുണ്ട്. എന്നാൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായപ്പോൾ നമ്മുടെ കൂടാരത്തിനകത്ത് ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ദൈവം ചില മറുപടി തരുന്ന ഒരു സമയമാണ്. വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ കൂടാരത്തിനടുത്ത് ഇറങ്ങാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഹല്ലേലൂയ. വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഇന്ന് നമ്മൾ
ഹാലേലൂയ ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഈ ആയിരിക്കണം. ഹാലേലൂയ എന്ത് വന്നാലും ഞാൻ ഈ ദൈവത്തെ വിട്ട് ഞാൻ ഇടത്തോടോ വലത്തോടോ തിരിയാതെ വേണം ഞാൻ എൻ്റെ ദൈവമായിട്ട് ബന്ധത്തിൽ ആയിരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം എനിക്ക് മറുപടി തന്ന് ദൈവം എന്നെ മാനിക്കുന്ന ഉറപ്പോടെ ധൈര്യത്തോടെ ആയിരിക്കുമെങ്കിൽ ഇന്ന് പലക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലത് നമ്മുടെ മേൽ ചെയ്യും. ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പലക്കാലം പ്രാർത്ഥനയുടെ ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഏത് കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിന്റെ നടുവിലും പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ ഹാലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ചിലത് നമ്മുടെ മേൽ ചെയ്യാനായിട്ട് ഹാലേലൂയ സ്തോത്രം. ഇന്ന് പലക്കാലം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയാനുള്ളത് ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധികൾ കയറി വരുമ്പോഴും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റടിച്ച് കയറി വരുമ്പോഴും പ്രതിസന്ധികൾ കയറി വരും ഭയപ്പെട്ട് നിൽക്കാതെ യഹോവയെ ആശ്രയിച്ച് ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരുക്കമാകുമ്പോൾ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു ദൈവവേദന ഒന്നിനെ കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്റെ ഭവനത്തിലുണ്ട്, എന്റെ പടകിലുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ഭയപ്പെട്ടു പോകുന്നത്? എന്നാൽ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് നീ മുഴങ്കാലം മടക്കിയിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് ദൈവം ഇറങ്ങി നമ്മൾ സംസാരിക്കേണ്ടത് തരും. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കേണ്ടത് തരും. ഒരു കഷ്ടത വന്നാലും ഒരു പ്രയാസം വന്നാലും ആരൊക്കെ നമ്മളെ മുറിപ്പെടുത്തിയാലും അതൊന്നും സാരമില്ല. നമ്മുടെ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ മാറോട് ചേർത്ത് അണയ്ക്ക് സ്നേഹിക്കുന്നു അതേപോലെ നമ്മുടെ തമ്പുരാൻ നമ്മളോട് മാറോട് അണച്ച് സ്നേഹിച്ച് നമ്മുടെ ദിവസങ്ങൾ നിർത്തിയിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാധ്യമായ ചില പ്രവർത്തികൾ നമ്മുടെ വെളിപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ചിലത് അഴിയപ്പെടുന്ന പലകാലമാണ്. ഇതിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പലകാലം ചില നമ്മുടെ ശരീരത്തിൽ കയറി വരുന്ന ചില പ്രതികൂലത്തിന്റെ കാറ്റ് അഴിയാണ്. ചില പ്രതിസന്ധിയുടെ നടുവിൽ ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ കാണുന്ന പ്രതികൂലത്തിന്റെ കാറ്റിനെ ഇന്ന് പലകാലം ദൈവത്തിന്റെ ആത്മാവ് അഴിച്ചുവിടുന്ന പകൽക്കാലമാണ്. യേശുവിന്റെ നാമത്തിൽ ചില വിടുതൽ നടക്കണം. ചിലതിന്മേൽ കെട്ടി ഇരുത്തിക്കളയുന്ന ചില മേഖല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിൽ ചില വിടുതൽ നടക്കണം. പരിശുദ്ധാത്മാവിന്റെ ശത്രുവാണെന്ന് പലപ്പോഴും ഒരു നന്മ പോലും കാണിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കൂടാരത്തെ പലപ്പോഴും നമ്മളെ ഒതുക്കി കെട്ടി ശുശ്രൂഷയിലാണെങ്കിൽ പലപ്പോഴും ഒതുക്കി കെട്ടിയിരിക്കുന്ന മേഖലയുണ്ട്. എന്നാൽ ഇന്ന് പലക്കാലം ചില കേട്ട് അഴിയപ്പെടുന്ന പകൽക്കാലമാണ്. ഇന്ന് പലക്കാലം ദൈവിക സാന്നിധ്യത്താൽ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ഇന്ന് പലക്കാലം ദൈവശക്തി വ്യാപിക്കുമ്പോൾ ചില കേട്ട് അഴിയപ്പെടുകയാണ്. ഒരു രഹസ്യത്തിനാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് മോശയുടെ കയ്യിലിരിക്കുന്ന പലകനെ കാണിക്കാനായിരുന്നു. ആ പലക എന്തോ ഒരു ഭാഷ കാണിക്കാനായിരുന്നു. ഞാൻ അത് അക്ഷരങ്ങൾ വായിക്കണം എനിക്ക് ഉള്ളിൽ തോന്നി. പക്ഷെ എനിക്ക് ആ അക്ഷരങ്ങൾ അറിയാം, വായിക്കാൻ പറ്റാത്ത അവസ്ഥ തോന്നുന്നു. എന്താ ഹീബ്രു ഭാഷയിൽ എഴുതിയ ഒരു അക്ഷരങ്ങളാണെന്ന് മനസ്സിലാക്കാനായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ ഭാഷ എനിക്ക് മനസ്സിലാക്കി വായിക്കണം എന്നുള്ള ചിന്തകൾ കേൾക്കുന്നപ്പോൾ പെട്ടെന്ന് അത് മാഞ്ഞു പോയി അനുഭവം കാണാനായിട്ട്. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞില്ല ആ ഭാഷ എന്റെ നാവിൽ ദൈവം എനിക്ക് തരാനായിട്ട്. എഴുതിയിരിക്കുന്ന പലകയിലിരിക്കുന്ന വാക്ക് വായിക്കാൻ നോക്കിയപ്പോൾ പറ്റാത്ത സാഹചര്യം ദൈവം നാവുകൾ ഭാഷ സംസാരിക്കാൻ ദൈവം കൃപ നൽകി. ദൈവത്തിന്റെ അഭിഷേകമുണ്ടെങ്കിൽ ദൈവം പുതിയ ശുശ്രൂഷകളെ ദൈവം ഇന്ന് ദൈവത്തിന് ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മുടെ ചെയ്യാനായിട്ട് പ്രാർത്ഥനയുടെ മേൽ ദൈവിക വിടുതൽ അനുഭവിക്കാനായിട്ട് പ്രാർത്ഥനയ്ക്ക് ചില മറുപടി ദൈവം തരാനായിട്ട്. എന്നാൽ ഇന്ന് പലക്കാലം നമ്മുടെ ഏത് പ്രയാസങ്ങളിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ ഒരുക്കമാണെങ്കിൽ ഇന്ന് പലക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചില മറുപടികൾ അനുഗ്രഹിക്കാനായിട്ട്. സഭയിലാണെങ്കിലും വ്യക്തിപരമാണെങ്കിലും എന്ത് പ്രയാസമാണ് എന്ത് പ്രതിസന്ധികൾ കഴിയുന്നാലും നാം അടുത്തു പോകണം. ദൈവദാസന്മാർ പ്രാർത്ഥിക്കാൻ ഒരുക്കമാകുമ്പോൾ ആ കയറി വരുന്ന പ്രതിസന്ധികൾ ദൈവം എടുത്തു മാറ്റി തരാനായിട്ട്. ദൈവമക്കളുടെ ഏറ്റവും കൂടുതൽ വരുന്ന പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെ ദൈവസഭ ഒന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ചിലത് മാറിപ്പോകാനായിട്ട്. എന്ത് പ്രയാസം വന്നാലും ദൈവത്തിന്റെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവിക വിടുതൽ അനുഭവിച്ചുകൊണ്ട് ആയിരിക്കുന്ന സമയമുണ്ട്. വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാതെ നമ്മുടെ
സങ്കടങ്ങളൊക്കെ മാറി. ഇന്ന് പകൽക്കാലം ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമ്മുടെ പ്രയാസങ്ങൾ ഭാരങ്ങൾ കയറി വരുമ്പോഴോ പ്രാർത്ഥനയും അടുത്തു പോകണം. പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാനായിരിക്കും. സങ്കടങ്ങളൊക്കെ യഹോവയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥനയ്ക്ക് ദൈവം ചില മറുപടികൾ തരാനായിരിക്കും. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേലേക്ക് ഇറങ്ങാനായിട്ട്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് തുടങ്ങുമ്പോഴത്തേന് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങും. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേലേക്ക് ഇറങ്ങാനായിട്ട് തരും. ഹല്ലേലൂയ, ചെയ്തു ദൈവം നമ്മളെ പലപ്പോഴും നമുക്ക് ശുശ്രൂഷകൾ തരും. ഹല്ലേലൂയ, അത് വേണ്ട വിധത്തിൽ നാം വിനിയോഗിച്ചു കൊണ്ടുപോകണം. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. അഭിഷേക ശുശ്രൂഷകളൊക്കെ ഹല്ലേലൂയ, അത് നമ്മളത് പരിശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കണം. ഹല്ലേലൂയ, ചെയ്തു അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവ് സൗഖ്യം തരും. മുഴകളൊക്കെ സൗഖ്യമാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, അങ്ങനെയുള്ള ദൈവത്തിന്റെ കൃപ നമ്മളിൽ നഷ്ടപ്പെടാതെ പോകണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലൂടെ മുന്നേറുന്നെങ്കിൽ ദൈവം നമ്മുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം തരും. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാനായിട്ട്. ഹല്ലേലൂയ, ചെയ്തു ഏത് കെട്ടപ്പെട്ട കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാനായിട്ട് തരും. ഹല്ലേലൂയ, ചെയ്തു അവന് ദൈവത്തിന് ഒരു വ്യക്തിയെ കൊണ്ട് എന്ത് ആവശ്യമുണ്ടോ അത് ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ, ദൈവം അവന്റെ കരങ്ങളിലെടുത്ത് ദൈവം ഉപയോഗിക്കാനായിട്ട് തരും. ഹല്ലേലൂയ, ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ ചെളിയിൽ കടന്നു കിടന്ന സ്ഥാനത്ത് നിന്ന് ദൈവം ഹല്ലേലൂയ വിശുദ്ധ വേദപുസ്തകം പഠിച്ചുകൊണ്ട് ഹല്ലേലൂയ അനേക ഇടങ്ങളിൽ നിൽപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്ന ദൈവത്തിന് നന്ദി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, തിരുവചനമായിട്ട് ഹല്ലേലൂയ ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോഴും അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന വിടുതൽ കാണുമ്പോഴും ഹല്ലേലൂയ നമ്മുടെ ഉള്ളം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ, ഒരു കാലഘട്ടത്തിൽ ഞാൻ ഹല്ലേലൂയ ഇതേപോലെ അവസ്ഥയിലൂടെ കടന്നുപോയ സ്ഥാനത്തും ദൈവം എന്നെ തെരഞ്ഞു പിടിച്ച് ഇതുപോലെ ശുശ്രൂഷമായിട്ട് ദൈവം നിർത്തിയ ആ ദൈവത്തിലാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നത്. ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥനയോട് ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. ദൈവം അനുഗ്രഹിക്കാനായിട്ട് തരും. കഷ്ടങ്ങളുടെ പ്രയാസങ്ങളും അനുഭവം നാം ദൈവത്തെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൽ അകന്നു പോകണം. പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ മാനിക്കാനായിട്ട് തരും. എന്ത് പ്രശ്നമാണെങ്കിലും ഹല്ലേലൂയ മനുഷ്യരെ ആശ്രയിക്കാതെ യഹോവയെ ആശ്രയിക്കാൻ നോക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരും. മനുഷ്യരെ ആശ്രയിച്ചാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും മുറിവുകളും വേദനകളും മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. എന്നാൽ യഹോവയെ ആശ്രയിക്കുമെങ്കിൽ ദൈവത്തിന്റെ സ്ഥലം നമുക്ക് പ്രാർത്ഥനയ്ക്ക് കർത്താവ് നമുക്ക് മറുപടി തരാനായിട്ട് തരും. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഏറ്റു പറഞ്ഞു കൊടുക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ കുറവുകൾ എന്താണോ അത് ദൈവത്തിന്റെ സ്ഥലം ഏറ്റു പറയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ശരീരത്തിന് ദൈവിക വിടുതൽ നമുക്ക് അനുഭവിക്കേണ്ടത്. പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സംസാരിക്കേണ്ടത്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഒരു മാൻ തുള്ളിച്ചാടുന്ന പോലെ അവസ്ഥയിലൂടെ നാം തുള്ളിച്ചാടിക്കൊണ്ട് നടക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് കൃപ ലഭിക്കണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കുറവുകളൊക്കെ ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വ്യക്തിപരമായിട്ട് ആരോടെങ്കിലും ക്ഷമിക്കാനാണെങ്കിൽ അതെല്ലാം ക്ഷമയോടെ സ്ഥാനത്ത് ക്ഷമയോ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിന്റെ ആ മുറിവുകൾ അതൊക്കെ മാറി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം വളരെ ഒരു കൊച്ചു കുഞ്ഞിന്റെ ഹൃദയം പോലായി നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളൊക്കെ മാറി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി ഒരു വലിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം അവങ്കിലേക്ക് നോക്കുക പ്രകാശത്തെ അവരുടെ മുഖം ഒരിക്കലും രചിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ നമ്മളെന്ത് ചെയ്യുക? യഹോവയെ ആശ്രയിച്ച് യഹോവയുടെ മുഖത്തേക്ക് നോക്കി ആരും രചിച്ചു പോയിട്ടില്ല. അവങ്കിലേക്ക് നോക്കുക പ്രകാശം അവരുടെ മുഖം ഒരിക്കലും രചിച്ചു പോയിട്ടില്ല. ഇന്ന് പകൽക്കാലം നാം യഹോവയെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉയർച്ചകൾ തരാനായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ തരും. ഒരിക്കൽ കൂടി കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചെയ്യുന്നു. പുതിയ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷയുമായിട്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി എന്ത് പ്രയാസം അടുത്ത പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വിടുതലായിരിക്കും. ചില ശുശ്രൂഷകൾ ദൈവത്തെ മാനിക്കാനായി തരും. ചിലരുടെ മുറിവുകൾ ദൈവം ഉണക്കാനായി തരും. ചില കർത്താവിന്റെ സന്നിധിയിൽ ഉറപ്പോടെ ധൈര്യത്തോടെ നിൽക്കുന്നെങ്കിൽ നമ്മുടെ പ്രതികൂലത്തിന്റെ കാറ്റ് മാറി ദൈവം നമ്മുടെ വിശാലതയിലേക്ക് ദൈവം നടത്താനായിട്ട് ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങാൻ തരും. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നീതിമാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹമായ കർത്താവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവേ, അല്പസമയം കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ കർത്താവേ ഈ തിരുവചനമായിട്ട് നിൽപ്പാൻ കർത്താവ് ഒരിക്കൽ തന്നെ കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ, ഈ തിരുവചന കർത്താവേ മറ്റ് പലർക്കും പല ദൈവജനത്തിലും കർത്താവേ ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. വചനം സംസാരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിനെ നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ, അടിയുടെ നാവോട് നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ. വീണ്ടും കർത്താവേ വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിച്ചിട്ട് ദൈവത്തെ താഴ്ത്തുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.